വേട്ടാളൻ കൂടുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് ഇത്. ഇനി ഒരു ഗൃഹത്തിൽ വേട്ടാളൻ കൂടൊരുക്കുകയാണ് എങ്കിൽ മറ്റൊരു ഫലവും പറയുന്നുണ്ട്. ആ ഒരു ഗൃഹത്തിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ ഒഴിഞ്ഞു പോകാൻ പോകുന്നു എന്നുള്ളതിന്റെ ശുഭസൂചനയായിട്ടും അതിന്റെ ഫലത്തെ കണക്കാക്കാവുന്നതാണ്. വേട്ടാളൻ ഒരു ഗൃഹത്തിലേക്ക് കൂടൊരുക്കിയാൽ ഈ വിധം നന്മകൾ ആ ഒരു ഗൃഹത്തിൽ ഉണ്ടാകുമെങ്കിലും ഇവയ്ക്ക് ചെറിയൊരു വിഷാംശം ഉണ്ട് എന്ന് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അല്ലെ. അതിനാൽ തന്നെ ഇതിന്റെ കൂടിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഗൃഹത്തിലുള്ള കുഞ്ഞുങ്ങൾ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പ്രാണി വരികയാണ് എങ്കിൽ അവയെ തുരത്തി ഓടിക്കുവാനും നിങ്ങൾ മടിക്കരുത്. വേട്ടാളൻ ഗൃഹത്തിൽ കൂട് നിർമ്മിച്ചാൽ ഈ വിധത്തിൽ നന്മകൾ ഉണ്ടാകുമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി. ഇനി ഈ ഒരു കൂടിന്റെ സവിശേഷത എന്താണ്, ആ ഒരു കൂടിൽ ഉപയോഗിച്ചിരിക്കുന്ന മണ്ണിന്റെ സവിശേഷത എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മാന്ത്രികത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന നിലം തൊടാ മണ്ണ് എന്നുള്ളത് വേട്ടാളന്റെ കൂടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആളുകളുടെ കാൽസ്പർശ